അതായത് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ ഒരു അസാധാരണ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ഭൂരിപക്ഷം അതായത് 63 കോൺഗ്രസ് MLA-മാരിൽ 45 പേരിലധികം പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് KC പക്ഷം അവകാശപ്പെടുന്നു. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ പുറത്തു വരുന്നു. ശേഷിക്കുന്ന MLA-മാർ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിർണായകമാകുന്ന കാര്യം ഈ 45 പേരെ KC പക്ഷത്തേക്ക് എത്തിച്ചത് സമ്മർദ്ദം ചെലുത്തിയാണ് എന്നാണ് ഇപ്പോൾ ചെന്നിത്തലയും സതീശനും ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവായി ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോരിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ 45 പേരുടെ പിന്തുണ പോയിട്ട് അതിൻ്റെ പകുതി പേരുടെ പിന്തുണ പോലും അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ തലത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലിരുന്ന് ഈ മുഖ്യമന്ത്രി പോരിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടിഞ്ഞാൻ കൈവശം വെച്ചുകൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നിടത്തോളം അദ്ദേഹത്തോടൊരു വിധേയത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് MLA-മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്വാഭാവികമായ നടപടിയാണ്. കാരണം അവരുടെ രാഷ്ട്രീയമായ ഭാവി അവർക്ക് സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നീരസമുണ്ടാക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ 45 MLA-മാർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഒരു തീരുമാനം അതിൽ പലരും എടുത്തത് എന്ന നിലപാടാണ് സതീശനും ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ശ്രമിച്ചത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം മാത്രം കണക്കിലെടുക്കുന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ ഘടകകക്ഷികളുടെ നിലപാട് കൂടി ആരായണം എന്ന കാര്യം രണ്ട് പേരും മുമ്പോട്ട് വെക്കും. അതിൽ VD സതീശന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തത് ലീഗ് നേതൃത്വമായിരുന്നു. അവർ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളായി കേരളത്തിലെത്തിയ അജയ് മക്കനെയും അതോടൊപ്പം മുകുൾ വാസ്നിക്കിനെയും ആ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് ആണ് ഇതിലെ സുപ്രധാനമായൊരു നിലപാട് നേതൃത്വത്തെ അറിയിച്ച ശേഷം അത് പരസ്യപ്പെടുത്തിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് തങ്ങളുടെ ആവശ്യം. അത് പൊതുജനങ്ങളുടെ കൂടി വികാരമാണ്. അത് പാലിക്കണമെന്ന താല്പര്യമാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും ആവശ്യം വന്നാൽ അപ്പോൾ അത് നേതൃത്വത്തെ വീണ്ടും അറിയിക്കുമെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി മുന്നണിയിലുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി ഘടകകക്ഷികളുടെയൊക്കെ ഈ തീരുമാനം മറികടന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ എന്ന പേരിന് ഹൈക്കമാൻഡ് നിലവിൽ നൽകിയിരിക്കുന്ന മുൻതൂക്കം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണ് നീക്കമെങ്കിൽ അതിനോട് ലീഗ് നേതൃത്വവും കേരള കോൺഗ്രസും നടത്തുന്ന നിർണായകമായ മറുപടി എന്താകും എന്നതാണ് ഇനി ഈ സംഭവത്തിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ കാരണമായി മാറുക. അവിടെ ലീഗ് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ കാര്യങ്ങൾ അപ്പാടെ മാറി മറിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ ഇനിയും നീളുമോ എന്നതാണ് അറിയാനുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖാർഗെയുടെ വസതിയിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എല്ലാ കണ്ണുകളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുഴുവൻ കണ്ണുകളും 10 ജൻപദ് വസതിയിലെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്കാകും. അവിടെ സോണിയാഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ അവസാന വാക്ക്, അവരെടുക്കുന്ന തീരുമാനം, അതിൽ എല്ലാ നേതാക്കളും വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒരുപോലെ സോണിയാഗാന്ധിയുടെ ആ നിർദ്ദേശം അനുസരിക്കേണ്ടി വരും. അവർ ആർക്കൊപ്പം എന്ന ഒരു നിലപാടെടുക്കുമെന്നതാണ് ഇനി ഇതിലേറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒന്നായി മാറാൻ പോകുന്നത്. എന്തായാലും മണിക്കൂർ ഒന്ന് പിന്നിട്ടിട്ടും ഈ ചർച്ച ഒരു ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല, KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് തീർത്ത പ്രതിസന്ധി പരിഹരിക്കാൻ നിർണായക ഇടപെടലുമായി സമവായ നീക്കവുമായി സോണിയാഗാന്ധി ഈ വിഷയത്തിൽ എപ്പോൾ ഇടപെടും, എപ്പോൾ നിലപാട് സ്വീകരിക്കും, അതിന് മുന്നോടിയായി 3 പേരെയും തനിച്ച് കാണുമോ, അങ്ങനെയെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളതും. അത് തന്നെയാണ് 10 ജൻപദ് വസതിയിൽ നാളെ അങ്ങനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണുകയാണ്. പക്ഷേ 1 മണിക്കൂർ ചർച്ച പിന്നിടുന്നു. 4 മണിക്ക് തുടങ്ങിയ ചർച്ച ഇപ്പോൾ 5:05 സമയം എത്തി നിൽക്കുന്നു. 1 മണിക്കൂർ ചർച്ച പിന്നിടുമ്പോൾ പോലും യാതൊരുവിധ രീതിയിലുമുള്ള തീരുമാനം പുറത്തു വരുന്നില്ല. എന്തായാലും ഒരു ഘട്ടം പോലും മുന്നോട്ട് വരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ചർച്ച വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. കിരൺ ഉണ്ട്. കിരൺ, 1 മണിക്കൂർ പിന്നിടുന്നു ചർച്ച.
ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ 1 മണിക്കൂർ എന്നൊന്നും പറയുന്നത് അതൊരു വലിയ സമയമൊന്നുമല്ല, വളരെ ചെറിയ സമയമാണ് എന്നത് കൂടി ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ വളരെ വേഗത്തിലൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കുക, ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അങ്ങനെ വേഗത്തിൽ കഴിയുന്ന ഒരു വിഷയം കൂടിയല്ല. ഇത് പല റൗണ്ട് ചർച്ച സ്വാഭാവികമായും വേണ്ടിവരും. ഈ 3 പേരും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് 3 പേരും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അവർ 3 പേരെ കുറിച്ചും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. അവരെ 3 പേരും കൂട്ടി യോജിപ്പിച്ച് ഇവർ 3 പേരും ചേർന്ന് തന്നെ വേണം കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് തന്നെയാണ് സോണിയാഗാന്ധിയുടെ ആയാലും രാഹുൽ ഗാന്ധിയുടെ ആയാലും എല്ലാം നിലപാട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം പിണങ്ങി പിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല. ഇവരെ എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ള ഒരു ചർച്ചയിലേക്കായിരിക്കും സ്വാഭാവികമായി നീങ്ങുക. ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ്. ആ KC വേണുഗോപാലിനെ അംഗീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി അത് ഒറ്റയടിക്ക് അംഗീകരിച്ച് പോകാനാണെങ്കിൽ ഈ പറയുന്നത് പോലെ 1 മണിക്കൂറിന്റെ ചർച്ചകളുടെ വിഷയമൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ പരിഹരിച്ച് പോകാൻ കഴിയും. പക്ഷേ അത് അംഗീകരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറില്ല, ഇത് അംഗീകരിക്കാൻ VD സതീശനും തയ്യാറില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കൃത്യമായ കാരണമുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശന് നൽകിയത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയല്ല, MLA-മാരിൽ ഭൂരിപക്ഷം തനിക്കായിരുന്നു. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കാതെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയുകയായിരുന്നു. ആ തീരുമാനം അംഗീകരിച്ചു. താൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ തീരുമാനത്തിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഒരു വിമത ശബ്ദം ഉയർത്തുകയോ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിനൊപ്പം അതിശക്തമായി തന്നെ രംഗത്ത് നിൽക്കുകയും ചെയ്തു. തന്നെ അതിനുശേഷവും പിന്നീട് പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നടക്കം മാറ്റി നിർത്തി അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ട് പോലും താൻ എവിടെയും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. VD സതീശനെ സംബന്ധിച്ചാണെങ്കിൽ VD സതീശൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് താൻ ഏറ്റത് കേരളത്തിൽ